പ്രാർത്ഥന വിശ്വാസികൾക്ക് ആവശ്യമായത് പ്രദാനം ചെയ്യുന്നു. ബൈബിൾ ദൈവത്തിന് നമ്മോടുള്ള ആശയവിനിമയവും പ്രാർത്ഥന അവിടത്തോടുള്ള നമ്മുടെ പ്രതികരണവുമാണ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നിർദ്ദേശങ്ങളും ധൈര്യവും ലഭിക്കുമ്പോൾ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആരാധനയും അപേക്ഷയും ദൈവം സ്വീകരിക്കുന്നു. ബൈബിളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തോടുള്ള ആശയവിനിമയം ആരംഭിക്കുന്നതുവരെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നാം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് വരികയില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയെപ്പറ്റി നാം അല്പം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ വീഡിയോ പ്രാർത്ഥനയെ പറ്റിയാണ്. ഊർജ്ജസ്വലതയോടെയുള്ള പ്രാർത്ഥന. പ്രാർത്ഥന ഒരു വിളക്ക് പോലെയാണ്. നിങ്ങൾക്കത് പ്രകാശിപ്പിക്കുവാനോ അണയ്ക്കുവാനോ കഴിയും. എന്നാൽ അതിന് ഊർജം ലഭിക്കുന്നില്ല എങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഒന്നുകിൽ ശക്തിയുള്ളതും അല്ലെങ്കിൽ ഇല്ലാത്തതുമായിരിക്കും. പ്രാർത്ഥനയിലൂടെ ഭൂമിയെ ഇളക്കി മറിക്കുന്ന ഒരു ശക്തിയെ നാം അഴിച്ചുവിടുകയാണ്. യാക്കോബ് 5:16 നമ്മോട് പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിൻ്റെ ഒരു നല്ല പരിഭാഷ ഇപ്രകാരമാണ്: ഏതൊരു വിശ്വാസിയുടെയും ഊർജ്ജസ്വലതയോടുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഫലിക്കുന്ന എന്ന വാക്കിന് മൂലഭാഷയിൽ ഇസ്കോവൂസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശക്തി എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന 5 വാക്കുകളിൽ ഏറ്റവും ശക്തമായ വാക്കാണത്. പ്രായോഗിക ശക്തി, പ്രകടനാത്മക ശക്തി എന്നൊക്കെയാണ് ഇതിനർത്ഥം. തൻ്റെ മക്കളുടെ ഊർജ്ജസ്വലതയോടുള്ള പ്രാർത്ഥനയിൽ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കുന്നു. നീതിമാൻ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നീതി കണക്കിട്ടവൻ എന്നർത്ഥം. നാം യേശുക്രിസ്തുവിലായതിനാൽ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലമൊക്കെയും നമുക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ട്. യാക്കോബ് 5:17 യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് ഏതൊരു വ്യക്തിയുടെയും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന വസ്തുത ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അത് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അസാധാരണമായ പ്രാർത്ഥനയുടെയും ശക്തിയുടെയും ശുശ്രൂഷകനായിട്ടാണ് ഏലിയാവിനെ യഹൂദന്മാർ സ്മരിക്കുന്നത്. അവനൊരു പാപപ്രകൃതി ഉണ്ടായിരുന്നു, ചില ബലഹീനതകളും ഉണ്ടായിരുന്നു. എന്താണ് പാപം, എന്താണ് വീഴ്ച എന്നൊക്കെ അവനും അറിഞ്ഞിരുന്നു. എന്നാൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി അവനിലുള്ള ഒന്നുമായിരുന്നില്ല, അത് ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു. അതിനാൽ നമുക്കെങ്ങനെ നമ്മുടെ പ്രാർത്ഥനയെ ശക്തീകരിക്കാം? നാം പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ 2 ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കണം. ഒന്ന്, ഞാൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണോ? ദൈവത്തിന് നമുക്കും മധ്യേ പാപം ഒരു തടസ്സം ഉയർത്തിയിരിക്കുകയാണ്. അത് പ്രാർത്ഥനയുടെ ശക്തിയുടെ പ്രവാഹത്തെ തടയുന്നു. സ്വയം പരിശോധിക്കുന്നതും തെറ്റുകൾ ഏറ്റുപറയുന്നതും ആ തടസ്സം മാറ്റുവാനും കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാനും സഹായിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നില്ല എങ്കിൽ, നാം ആത്മാവിനാൽ നിറയപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശക്തിയില്ലാത്തതും കേവലം ജഡീകവുമായിരിക്കും. 2, ഞാൻ ദൈവഹിതപ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നത്? ദൈവവചനം നാം അറിയണം. ദൈവവചനം പഠിക്കാതിരിക്കുന്നത് ഫലകരമായ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ എന്താണ് വിശ്വാസം? ദൈവവചനത്തോടുള്ള പ്രതികരണമാണ് വിശ്വാസം. നാം ചോദിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരമാണോ അല്ലയോ എന്ന് ദൈവവചനം പറയാത്തിടത്തോളം വിശ്വാസത്തോടെ എന്തെങ്കിലും ചോദിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ താല്പര്യങ്ങൾ ദൈവവചന പ്രകാരമാണെന്ന് നാം അറിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതാകും. കൊലോസ്യർ 4:2 പൗലോസ് നമ്മളോട് പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. നാം ഉറ്റിരിക്കേണ്ട, ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ട 5 അപകടകരമായ പരാജയങ്ങളുണ്ട്. 1, ഏറ്റുപറയുന്നതിലുള്ള പരാജയം. 2, പഠിക്കുന്നതിലുള്ള പരാജയം. 3, അനുസരിക്കുന്നതിലുള്ള പരാജയം. 4, ദൈവഹിതപ്രകാരം ചോദിക്കുന്നതിലുള്ള പരാജയം. 5,
അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകൾ. മേൽപ്പറഞ്ഞ അപകടങ്ങളെക്കുറിച്ച് നാം ജാഗ്രതയുള്ളവരായിരിക്കുന്നുവെങ്കിൽ ആ 2 ചോദ്യങ്ങൾക്ക് ശരിയെന്ന് ഉത്തരം പറയുവാൻ കഴിയുമെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും നാം ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഉചിതമായ സമയത്തിൽ ലഭിക്കുമെന്ന് ഉറപ്പാക്കുവാനും കഴിയും. യോഹന്നാൻ 15:7 യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും.